റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ പേരിൽ വൻ തട്ടിപ്പ്. പരീക്ഷ എഴുതാതെ പാസ്സാക്കാമെന്ന് വാഗ്ദാനം. ഇതെന്താണ്? സപ്ലിമെന്ററി പരീക്ഷ പാസ്സാക്കാൻ കോഴ ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ്. ഒരു വിഷയത്തിന് 2500 രൂപ വരെയാണ് കോഴയെ ആവശ്യപ്പെടുന്നത്. അത്രയേ ഉള്ളൂ. പണമടച്ചാൽ ഒരു ദിവസത്തിനുള്ളിൽ വെബ്സൈറ്റിൽ പരീക്ഷാഫലം തിരുത്തി വരുത്തുമെന്ന വാഗ്ദാനം. ടെലിഗ്രാം അക്കൗണ്ട് വഴിയാണ് തട്ടിപ്പ്. നമുക്ക് ചില പ്രതികരണമുണ്ട്, കേൾക്കാം. ഓൾറെഡി ഇതിനു മുമ്പ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി സ്റ്റാഫിന് പൈസ കൊടുത്ത് നിങ്ങളെ പാസ്സാക്കി തരുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു പ്രാവശ്യമെങ്കിലും എക്സാം എഴുതി റിസൾട്ട് വന്ന സബ്ജക്റ്റ് മാത്രമേ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് പാസ് മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പേയ്മെൻറ്റ് ഒരു ഫിക്സഡ് എമൗണ്ട് അല്ല, ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് പേയ്മെൻറ്റ് കൂടും. അതായത് നിങ്ങൾ BA ഹിസ്റ്ററി ആണെങ്കിൽ ഒരു പേപ്പറിന് ഇന്ന് വരുന്നത് 2500 രൂപയാണ്. അതേ സ്ഥാനത്ത് 5 പേപ്പർ 6 പേപ്പറൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ 5000 6000 ഒക്കെയാണ് പേയ്മെൻറ്റ് വരുന്നത്. 6 സബ്ജക്റ്റിന് നമുക്ക് വരുന്നത് 6000 രൂപയാണ്. അതിൻ്റെ അകത്ത് 3500 രൂപ നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുക, ബാക്കി റിസൾട്ട് വന്നതിന് ശേഷം 2500 ചെയ്യുക. അങ്ങനെയാണ് വരുന്നത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫ് അറിഞ്ഞുകൊണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല, അറിഞ്ഞുകൊണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. കാരണം അങ്ങനെ പരീക്ഷ റിസൾട്ടൊന്നും മാറ്റാൻ സാധ്യതയില്ലല്ലോ. VS രഞ്ജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. VS രഞ്ജിത്ത്, വലിയൊരു മാഫിയ സംഘമാണെന്ന് തോന്നുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്, അല്ലേ VS രഞ്ജിത്ത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസമാണ് എന്നെ ഒരു വിദ്യാർത്ഥി അതിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും ഇതിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾക്കും ആ മെസ്സേജ് കാണാൻ സാധിക്കും. കുട്ടികൾ പഠിക്കാൻ വേണ്ടി, കുട്ടികൾ പഠന മെറ്റീരിയൽസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ടെലിഗ്രാം ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനകത്ത് ഞാൻ പ്രവേശിച്ച സമയത്ത് ഇതേപോലെ ലിങ്ക് കാണുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെമസ്റ്റർ എക്സാം പാസ്സാവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടിയാണ്, നിങ്ങൾ പരീക്ഷ പാസ്സാവണമെങ്കിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റിന് 2500 രൂപ വേണം. കൂടുതൽ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ തുകയാവും. അത് ഓരോ ദിവസവും തുക മാറി വരും. ചിലപ്പോൾ 3000 ആവും, ചിലപ്പോൾ 6000 ആവും. അത് ആ ദിവസത്തെ ഡിമാൻഡ് അനുസരിച്ചാണ്. ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ പല ആളുകൾ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും തുക വർദ്ധിക്കും. കാരണം അതിൻ്റെ റിസ്ക് കൂടുതലാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ചെയ്യുന്നു എന്ന മട്ടിലാണ്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും ഒരു തട്ടിപ്പായിരിക്കണം എന്ന് പറയാനുള്ള കാരണം, കേവലം 2500 3000 രൂപയുമാണ് ഇത്രയും റിസ്ക് ഉള്ള ഒരു പരിപാടിക്ക് ഇവർ ചോദിക്കുന്നത്. അതിൻ്റെ കാരണം വിദ്യാർത്ഥികൾ ഈ 2500 3000 ഒക്കെ കൊടുത്ത് ഒരു പരീക്ഷണത്തിന് വേഗം തയ്യാറാവും. പാസ്സായാൽ പാസ്സായി, പോയാൽ 2500. കിട്ടുന്ന ആളുകൾക്ക് ഇങ്ങനെ കുറേ കുട്ടികളിൽ നിന്ന് 2500 രൂപ ശേഖരിക്കാൻ വേണ്ടി പറ്റും, ഒരു വലിയ തുക സമാഹരിക്കാനും പറ്റും. പക്ഷേ ഇത് യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ പേരിലാണ് നടക്കുന്നത്. ടെലിഗ്രാം ഗ്രൂപ്പ് ആയതുകൊണ്ട് ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ സാധിക്കില്ല. ഇവർ അയച്ചു കൊടുക്കുന്ന ഗൂഗിൾ പേ അതിൻ്റെ QR കോഡ് എന്ന് പറയുന്നത് ഓരോ ദിവസവും ചിലപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് തന്നെ മാറിയെന്ന് വരും. ഒരാൾക്ക് അയച്ചു കൊടുക്കുന്ന QR കോഡല്ല വേറൊരാൾക്ക് അയച്ചു കൊടുക്കുന്നത്. ഏതായാലും ഇതിൽ വിദ്യാർത്ഥികൾ വീണു പോകരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുകയും ഇത്തരമൊരു തട്ടിപ്പ് കേരളത്തിനകത്ത് നിന്ന്, കോഴിക്കോട് മലബാർ പ്രദേശത്ത് നിന്ന് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ഉദ്യോഗസ്ഥരുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പാണെങ്കിൽ ആ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ ഇനി ഏതെങ്കിലും ഒരു സാധ്യത, 1% സാധ്യത യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർക്ക് ഇതിലുണ്ട് എങ്കിൽ അതും കണ്ടെത്തപ്പെടേണ്ടതാണ്. ഏതായാലും വലിയൊരു തട്ടിപ്പ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് വേഗം വലയിൽ വീഴാൻ സാധിക്കുന്ന തരത്തിൽ നടത്തുന്നു എന്നുള്ളതാണ്. സപ്ലിമെൻ്ററി എക്സാം ഒക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും പാസ്സായി ആ ബിരുദം ഒന്ന് കയ്യിൽ കിട്ടുക എന്നുള്ളതായിരിക്കും വിദ്യാർത്ഥികൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയുള്ളവർ 2500 3000 ഒക്കെ മുടക്കി ഒരു പരീക്ഷണത്തിന് വേഗം തയ്യാറാകും എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ആ മാനസികാവസ്ഥയെ കൂടി ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു കാരണവശാലും ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾ വിജയിക്കാമെന്ന് കരുതുകയേ അരുത്. മാത്രമല്ല, ഇതേപോലെ തട്ടിപ്പ് സംഘങ്ങളൊക്കെ വളരെ സജീവമാണ്. 2500 കൊടുത്ത ഒരു പേപ്പർ പാസ്സാക്കി തരാമത്തെ ഒന്ന് ആലോചിക്കുക. 2500 എന്ന് പറയുന്നത് 25,000 ആണ് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ കരുതുക, കേരളത്തിലെ സർവകലാശാലകളിൽ അങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാതെ പാസ്സാവാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ വളരെ സജീവമാണ്. കയ്യിൽ കാശൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുത്തോളൂ. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല. എഴുതിയാൽ പാസ്സാവും. അതാണ്. അങ്ങനെ എഴുതി പാസ്സാവുന്ന മനുഷ്യരെ നല്ല മനുഷ്യരായിട്ടുള്ളവരുള്ളൂ. അല്ലാതെ എഴുതാതെ പാസ്സാവാമെന്ന് കരുതുന്ന മനുഷ്യർ ജീവിതത്തിൽ എപ്പോഴും കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. പട്ടുപോകും എന്ന് നമ്മൾ പറയാറുണ്ട്.